നമസ്കാരം. ഐ ആം ഗെയിം. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. നഹാസ് ഹിദായത്തിന്റെ RDXന് ശേഷം മലയാളി സിനിമാസ്വാദകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിൽ. ഇവിടെ ചിലർ വാഴുമ്പോൾ ചിലർ വീഴും. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്തൊരു രഹസ്യമാണ് ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. ട്രെയിലർ റിലീസായത് സിനിമ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമ ട്രെയിലർ വന്നത് ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത്. സിനിമയുടെ ട്രെയിലർ, ഐ ആം ഗെയിമിൻ്റെ ട്രെയിലറിൻ്റെ വരവിന് മറ്റു ചില പ്രത്യേകതകളുണ്ട്. ആദ്യം നമുക്ക് ഐ ആം ഗെയിമിൻ്റെ ട്രെയിലറിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉള്ളത്. അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം വെച്ച് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് മത്സരങ്ങളുടെ വലിയ നേട്ടങ്ങളിലേക്കുള്ള വലിയ ജീവിതം തന്നെ ഗെയിമാണല്ലോ. അത്തരത്തിലുള്ള വലിയ ഗെയിമുകളുടെ അതിനുശേഷമുള്ള ദുരന്തങ്ങളുടെ വിജയങ്ങളുടെ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകാൻ പോകുന്ന മനുഷ്യൻ എത്തപ്പെടുന്ന അവസരങ്ങളുടെ അവസ്ഥയുടെ ഒക്കെ കഥയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ്റെ നായക കഥാപാത്രം തന്നെ ട്രെയിലറിൽ മുഴുനീളമായി നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ ട്രെയിലറിൻ്റെ ആദ്യം തന്നെ ആ പ്രസ്താവന അവർ നടത്തുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചാണ് സിനിമ, പക്ഷേ ജീവിതം ഒരു ഗെയിമാണ്. ഈ കൺസെപ്റ്റ് ഒരുപക്ഷെ രസകരം എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് അകത്ത് നടക്കുന്ന സംഘർഷങ്ങളെ കൂടി സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ്റേതാണ് ജീവിതം. ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് പ്രകാരം ദൈവവും സാത്താനും തമ്മിലുള്ള ഗെയിമാണ്, നന്മ തിന്മകളുടെ ഗെയിമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ദൈവത്തിനും സാത്താനും ഒക്കെ വിഹരിക്കാനുള്ള ലോകം ഈ ലോകം തന്നെയാണ്. അത് പക്ഷേ നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള കൺസെപ്റ്റാണ്. ആ ഉള്ളിലുള്ള ദൈവത്തിൻ്റെയും സാത്താൻ്റെയും മത്സരത്തിൻ്റെ, അതായത് ജീവിതത്തിൻ്റെ കഥയാണ് ഐ ആം ദി ഗെയിമിൽ പറയുന്നത്. ജീവിതം ഒരു ഗെയിമാണ്, ജീവിതം ഒരു നാടകമാണ് എന്നൊക്കെ പല വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഗെയിമിനകത്ത് കൃത്യമായ ഗെയിം തന്നെ വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ദുൽഖർ സൽമാൻ്റെ കഥാപാത്രവും അതിൻ്റെ അനുബന്ധ കഥാപാത്രങ്ങളും ആ സിനിമ പശ്ചാത്തലവും നമുക്ക് മുന്നിലേക്ക് ട്രെയിലറിലൂടെ അവർ വെക്കുന്നത്. ഈ ട്രെയിലർ ആദ്യന്തം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് പശ്ചാത്തലം കേരള പശ്ചാത്തലം മാത്രം അല്ല, നമുക്ക് ഫെമിലിയറായ പശ്ചാത്തലം അല്ല. അത് ഒരുപക്ഷെ ദുൽഖർ സൽമാൻ്റെ തെലുങ്ക് മാർക്കറ്റും അതോടൊപ്പം തന്നെ ബോളിവുഡ് മാർക്കറ്റൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒക്കെയാണ് അതിനകത്തേക്ക് വരുന്നത്. വലിയ ഗെയിമുകളുടെ ഒരുപക്ഷെ ചൂതാട്ടം തന്നെ ക്രിക്കറ്റിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള വലിയ ചൂതാട്ടങ്ങളുടെയൊക്കെ കഥയാണ് ഇതിനകത്ത് വരുന്നതാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന പഴയ മമ്മൂട്ടി സിനിമ ജാക്ക്പോട്ടാണ്. ജാക്ക്പോട്ടിലെ രാജൻ പി ദേവിൻ്റെ കഥാപാത്രം മത്സരങ്ങളുടെ മുന്നിൽ ചൂതുകളിയുമായി നടക്കുന്ന ഒരു കഥാപാത്രം, ഒരു വമ്പൻ കഥാപാത്രമാണ്. അതിൻ്റെ ഒക്കെ ഒരു ഓർമ്മയിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇതിൽ ദുൽഖർ സൽമാൻ്റെ ചില രംഗങ്ങളൊക്കെ ആ മട്ടിലേക്ക് ഗെയിമിൽ ദുരന്തം ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ വിജയം ഏറ്റുവാങ്ങുന്ന മറ്റൊരു ഘട്ടത്തിൽ അയാൾ സാധാരണ മാനസിക നിലയിലല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒക്കെ സൂചനകൾ ഈ ട്രെയിലറുണ്ട്. ട്രെയിലർ ഗംഭീരമായ അനുഭവമായി നമുക്ക് ഈ സിനിമ മാറും എന്നുള്ള തോന്നലുണ്ടാക്കുന്നുണ്ട്. സിനിമ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ തെലുങ്ക് സിനിമ തൊട്ടു മുമ്പ് വന്ന ലക്കി ഭാസ്കറിൻ്റെ ഒക്കെ കഥാപശ്ചാത്തലവും അതിൻ്റെയൊക്കെ തുടർച്ചയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന വൈകാരിക സംഘർഷങ്ങളും ജീവിതത്തിലെ സംഘർഷങ്ങളും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ചില പശ്ചാത്തലമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ചൂതാട്ടത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത്തരം അനുഭവങ്ങളാണ് നായകൻ കടന്നു പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒപ്പം ജീവിതം, വൈകാരികത, സെൻറ്റിമെൻറ്റ്സ് എല്ലാ തരത്തിലും വർക്ക് ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ നമ്മുടെ ട്രെയിലറിൽ തന്നെ അതിനനുസരിച്ചുള്ള സൂചകങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടുതരാൻ അവർക്ക് കഴിയുന്നുണ്ട്. സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഈ സിനിമയിലേക്ക് തന്നെ ഏറ്റവും പ്രധാനമായി ആകർഷിക്കുന്നത് നമ്മുടെ RDXിലൂടെ നമ്മളെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിയ, എൻ്റർടൈൻ ചെയ്യിച്ച സംവിധായകൻ തന്നെയാണ് നഹാസ് ഹിദായത്താണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥ. സ്ക്രീൻ പ്ലേ സജീർ ബാബു, ബിലാൽ മൊയ്തു, ഇസ്മായിൽ അബൂബക്കർ, 3 പേരാണ്. അതോടൊപ്പം തന്നെ സംഭാഷണത്തിലും ഈ ഒരു അപൂർവതയുണ്ട്. ആദർശ് സുകുമാരൻ, ഷബാസ് റഷീദ്, സജീർ ബാബു, 3 പേർ തിരക്കഥ, 3 പേർ സംഭാഷണം, ഒപ്പം കഥ സംവിധായകൻ്റേത് തന്നെയാകുന്നു. വലിയൊരു ക്രിയേറ്റീവ് മേഖലയിലെ, എഴുത്തിൻ്റെ മേഖലയിൽ വലിയൊരു സംഭവമാകുന്ന രീതിയിൽ വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ്. ഛായാഗ്രാഹകൻ ജംഷി ഖാലിദാണ്. ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, ജെയ്ക്സ് ബിജോയിൻ്റെ മ്യൂസിക്, അങ്ങനെ വലിയ തോതിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ സാധ്യതകൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സിനിമയുടെ പശ്ചാത്തലമാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ പേരുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്.
എന്നുള്ളത്. അങ്ങനെ വലിയ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സിനിമയായി ഐ ആം ദി ഗെയിം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആകാംക്ഷ കൂട്ടുന്ന മറ്റൊരു മത്സര സാഹചര്യം കൂടിയുണ്ട്. പണ്ടെല്ലാം മോഹൻലാലിൻ്റെ തന്നെ 2 പടം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ തന്നെ 2 പടം ഓണപ്പട മാർക്കറ്റ് പ്രത്യേകമാണ്. വലിയ പടങ്ങൾ വരും, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കിന്നരി പുഴയൊരൊക്കെ ആയിരിക്കും വിജയിച്ചു പോകുന്നത്, ബാക്കി ഒന്നിലധികം പടങ്ങൾ സൂപ്പർ താരങ്ങളുടെയൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ അങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും വരില്ല. ഈ ഓണക്കാലത്തോ അല്ലെങ്കിൽ ക്രിസ്മസ് കാലത്തോ അങ്ങനെ വലിയ പടങ്ങൾ ഒരു നോമ്പ് കാലത്തൊന്നും അങ്ങനെ വരില്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആഘോഷഘട്ടങ്ങളിൽ അങ്ങനെ വരില്ല. 1-2 എണ്ണം വരും, ബാക്കി അപൂർവമായിട്ട് മാത്രം മറ്റ് സിനിമകളും വരും. എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓണത്തിന് വരുന്ന പടങ്ങളെല്ലാം വമ്പൻ പടങ്ങളാണ്, വലിയ പ്രതീക്ഷകളുള്ള പടങ്ങളാണ്. അതായത് 4 സിനിമകൾ, 4ഉം നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ഒഴികെയുള്ള 2ാം നിര സൂപ്പർ താരം എന്ന് പറയാവുന്ന ആളുകളുടെ സിനിമകളാണ് 4 സിനിമകളും എന്നുള്ളതാണ്. ആ 4ലും വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുന്ന പിന്നണി പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ 4 സിനിമകൾ പറയാം. ഒന്ന് ഐ ആം ഗെയിം തന്നെയാണ്, അതിലുള്ള പ്രതീക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. രണ്ടാമത്തേത് ഗിരീഷ് ഏടിയുടെ നിവിൻ പോളിയും മമിത ബൈജുവും അഭിനയിക്കുന്ന ബദ്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. ഗിരീഷ് ഏടിയുടെ കഥ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും വലിയ വാണിജ്യ വിജയമായി മാറാറുണ്ട്. നിവിൻ പോളിയുടെ സിനിമയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ കാണുന്നത് ജനനായകനിലെ ഗംഭീരമായ ക്യാരക്ടറിന് ശേഷം മമിത ബൈജു മലയാളത്തിലൊരു സിനിമയിൽ വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സ്വാധീനം മറ്റൊരു തലത്തിൽ അതിനുണ്ട്. അതാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. രണ്ടാമതായി തുടക്കം. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കത്തിന് വലിയ പ്രാധാന്യം വരുന്നത് വിസ്മയുടെ സാന്നിധ്യം ഒന്നാമത്തേത്, സ്വാഭാവികമായിട്ടും അതൊരു കാരണമാണ്. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായത് ജൂഡ് ആൻ്റണി ജോസഫാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെതായി ഒരുങ്ങുന്ന സിനിമയാണ്. അദ്ദേഹം കമേഴ്സ്യലി എത്തുന്ന സിനിമകളെല്ലാം നമ്മളെ വല്ലാതെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന അനുഭവമാണ് മുൻകാലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം നായികമാരെ മുൻനിർത്തി സിനിമ നല്ല നിലയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ ആസ്വദിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിസ്മയുടെ ഈ സിനിമ, ആദ്യത്തെ സംരംഭം തുടക്കം എന്ന സിനിമ, വലിയ ഒരു പ്രതീക്ഷയോടുകൂടി വരുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് മോഹൻലാലിൻ്റെ അതിഥി സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള അവരുടെ പോസ്റ്ററിലൊക്കെ അതിൻ്റെ സൂചനകളൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതീക്ഷ മോഹൻലാൽ ആരാധകരിൽ കൂടി കാര്യമായി തന്നെ വർക്കൗട്ട് ആവും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, 4ാമത്തെ സിനിമയാണ് ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ ഉറ്റുനോക്കുന്നത്. അത് പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന് പറയുന്ന സിനിമയാണ്. പൃഥ്വിയുടെ ഒരു സിനിമയുടെ 2ാം പാർട്ട് ആദ്യം ഇറങ്ങാണ്. 1ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് മോഹൻലാലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമയാണ്. ഇവിടെ വൈശാഖിൻ്റെ സംവിധാനത്തിൽ ഖലീഫ വരുമ്പം വലിയൊരു അധോലോകത്തിൻ്റെ കഥ, ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരാളുടെ കഥയിലേക്കുള്ള പ്രവേശികയായിട്ട് ഖലീഫ വരികയാണ്. കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു വലിയ അധോലോക നായകൻ്റെ ചെറുമകൻ്റെ കഥ ഇവിടെ പറയാണ്. കുഞ്ഞഹമ്മദ് ഹാജി 1ാം ഭാഗത്തിൽ മോഹൻലാൽ വരും എന്നാണ് പറയുന്നത്. എന്തായാലും ഖലീഫയുടെ കൂടി വരവുണ്ട്. അതായത് പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഈ 3 പ്രധാന താരങ്ങൾ, സൂപ്പർ നടന്മാരുടെ സിനിമകൾ വരുന്നു. ഒപ്പം മോഹൻലാലിൻ്റെ അദൃശ്യ സാന്നിധ്യം വിസ്മയുടെ സിനിമ വരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വലിയ മത്സരത്തിലേക്ക് നീങ്ങുന്ന ഓണക്കാലമാണ്. ഈ ഓണ സിനിമയിലേക്കുള്ള ആദ്യത്തെ ഒരു ചർച്ചയാകാൻ പോകുന്ന ഒരു സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ കണ്ടത്, ഐ ആം ദി ഗെയിം എന്ന സിനിമ. ദുൽഖർ സൽമാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലക്കി ഭാസ്കറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത്. അത് കേരളത്തിലും സ്വാഭാവികമായിട്ട് മലയാളം ഒറിജിൻ എന്നുള്ള നിലയിൽ ഐ ആം ഗെയിമിന് അങ്ങനെ ഒരു സാധ്യതയും ഉണ്ട്. ഒപ്പം നഹാസ് ഹിദായത്തിൻ്റെ RDX ഒക്കെ ഒരുപക്ഷെ മലയാളത്തിൻ്റെ പുറത്തേക്കുള്ള വലിയ മാർക്കറ്റിലേക്ക് കൂടി എൻട്രി കിട്ടുന്ന വിധത്തിലുള്ള വലിയ ഫൈറ്റ് സീനുകളിലൊക്കെ കണ്ടാൽ നമുക്കറിയാലോ. അമ്മാതിരി സംഘടന രംഗങ്ങളും കഥാസാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സെൻറ്റിമെൻറ്റ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ സിനിമ അദ്ദേഹം 2ാമതായിട്ട് എടുക്കുമ്പോൾ ഈ സിനിമയിൽ ഉള്ളത് ട്രെയിലർ കാണുന്നത് പോലെ വലിയ വൈകാരികതകളൊക്കെയുള്ള സിനിമ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഓണം മാർക്കറ്റിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.